കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2022-23, 2023-24 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷൻ ഫണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, പഞ്ചായത്ത് തനത് ഫണ്ട് എന്നിവ വകയിരുത്തി 17.5 ലക്ഷം രൂപയോളം ചിലവഴിച്ച് പണി കഴിപ്പിച്ചതാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സന്ദർശകരായി എത്തുന്നവർക്കും ഭാവിയിൽ തീരദേശ ഹൈവേ നിലവിൽ വരുമ്പോൾ യാത്രക്കാർക്കും ഉപകരിക്കുന്ന തരത്തിൽ ടോയ്ലറ്റ് കം ബാത്റൂം സൗകര്യത്തോടു കൂടിയ ജെൻസ്, ലേഡീസ് വാഷ്റൂമുകളും അതോടൊപ്പം കഫ്റ്റീരിയ സൗകര്യവും അടങ്ങുന്നതാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പാക്കിയ പരിപാടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, കേരളം ശുചിത്വ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇക്കാര്യം നിർവഹിക്കപ്പെടുന്ന ആളുകളെക്കാൾ കൂടുതൽ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത്. തോടുകളും അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ പ്രദേശത്തും അതുപോലെ ഒറ്റപ്പെട്ട പറമ്പിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ പോവുകയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ആളുകൾ അങ്ങനെയൊന്നും പാടില്ല എന്നും ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ ഇതുപോലുള്ള ശുചിത്വത്തിന് വലിയ സ്ഥാനമുണ്ടെന്നും അതിങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടതെന്നുള്ള പൊതുബോധത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ചിലപ്പോൾ അടുത്ത് ചില നല്ല യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ ചില കേന്ദ്രങ്ങൾ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിർമ്മിക്കപ്പെട്ട ഇതുപോലെ ഉള്ളൊരു കേന്ദ്രം എന്ന് പറയാവുന്നത് നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നൊരു സ്ഥലമാണ്. അതിപ്പോൾ അല്ല, ചെയ്തിട്ട് കുറച്ച് നാളായി, ഒരു 3-4 വർഷമായി. ഇവിടെ സജിത്ത് ഉള്ളപ്പോഴാണ് അതൊന്നും ചെയ്തത്. അത് ഇതുപോലെ പല ആളുകളും പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒന്ന് പ്രാഥമിക കാര്യം നിർവഹിക്കപ്പെടാൻ ഉള്ള വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ സംബന്ധിച്ച് പറയാറുണ്ട്, അല്ലേ? മൂത്രാശയ സംബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പോയാൽ മറ്റൊരു സ്ഥലത്ത് ഉറപ്പിച്ചു പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമല്ല കാണുക, നമ്മളെ ആര് കാണും? ലോകം മുഴുവനും കാണും. അതാണ് ശല്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ഓവർസിയർ ദീപ്തി പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA ഇസഹാക്ക്, PK സുകന്യ, സെക്രട്ടറി J ഗിരിജ, അസിസ്റ്റന്റ് സെക്രട്ടറി PS രതീഷ്, വാർഡ് മെമ്പർ PM സൈനുൽ അബ്ദീൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KF ഡൊമിനിക്, BS ശക്തിധരൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, മുൻ സെക്രട്ടറി സാബു ജോർജ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ, റസീന ഷാഹുൽ ഹമീദ്, ജിനൂബ് അബ്ദുറഹ്മാൻ, PA ഷാജഹാൻ, UY ഷമീർ, പ്രജീന റഫീഖ് എന്നിവർ പങ്കെടുത്തു.